ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആദി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾ സ്ക്രിബിൾ ആർട്ടൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ ആ വീഡിയോയിൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് വാക്കിൻ്റെ ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും വരച്ചയച്ച് തരാറൊക്കെ ഉണ്ട്. ചിലർക്കൊന്നും അത്ര പെട്ടെന്ന് പഠിച്ചെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നല്ല രീതിക്കൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തീരെ വരയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങൾ പേടിക്കണ്ട. നമുക്ക് വരയ്ക്കുന്നത് പോലെ ആയില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒരു എഫക്റ്റിൽ എഡിറ്റ് ചെയ്തെടുക്കുക. അതെങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കേൾക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും വരയ്ക്കുന്ന പോലെ ആവില്ല നമ്മൾ എഡിറ്റ് ചെയ്തെടുത്താൽ. അപ്പോൾ അത് മനസ്സിലെപ്പോഴും ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് സ്ക്രിബിൾ ആർട്ട് എന്ന പേരിലൊന്നും പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും പാടില്ല. ഇത് ജസ്റ്റ് എഡിറ്റിംഗ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ നിലവാരവും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു രീതിയിൽ തന്നെ കണക്കാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനോ ജസ്റ്റ് ആർക്കെങ്കിലും ഫ്രെയിം ചെയ്തൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് കണ്ടില്ലേ? ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ എൻഡിങ് വരിക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കുക. നമ്മളിവിടെ ഓട്ടോഡെസ്കിൻ്റെ തന്നെ സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഉണ്ണിമൂന്നൻ്റെ ഇമേജ് ഇല്ലേ, ആ ഇമേജും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനത് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സാധാരണയായിട്ട് ഡിജിറ്റൽ ഡ്രോയിങ് ചെയ്യാനും ചെറിയ ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ടൂൾസൊക്കെ പരിചയപ്പെടുത്തിയിട്ട്. ഇപ്പോൾ തൽക്കാലം നമ്മൾ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തുന്നോ പറയുന്നോ ഇല്ല. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് മാത്രം പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓട്ടോഡെസ്ക് സ്കെച്ച്ബുക്കിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് വരയ്ക്കാനൊരു ക്യാൻവാസ് വേണമല്ലേ. അതായത് നമ്മളിപ്പോൾ ചിത്രം വരയ്ക്കണമെങ്കിൽ ഒരു പേപ്പറോ പെൻസിലോ ഒക്കെ വേണം. അതുപോലെ തന്നെ നമുക്കൊരു ക്യാൻവാസ് വേണം. അതിന് ഈ ഒരു ഫയലില്ലേ, ഈ കാണുന്ന ഒരു ഐക്കൺ കണ്ടില്ല, 3 ഡോട്ട്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ സ്കെച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് ഓൾറെഡി ഡീഫോൾട്ടായിട്ട് കുറച്ച് സൈസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്റ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് റെസൊല്യൂഷൻ ഹൈറ്റും വിഡ്ത്തും ഒക്കെ ക്യാൻവാസിൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പ്രീസെറ്റ്സ് ഉണ്ട്. ഓൾറെഡി ഒരുപാട് പ്രീസെറ്റുകൾ ഡീഫോൾട്ടായിട്ടുണ്ട്. HD, ഫുൾ HD, 2K, 4K എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മൊബൈലിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സൈസസും ഉണ്ട്. നമുക്ക് കസ്റ്റമിൽ പോയിട്ട് നമുക്കൊരു സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ എടുക്കാം. നിങ്ങളുടെ ഇമേജിന് പോലെ ഇരിക്കും കേട്ടോ, നിങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമേജ് പോലെ ഇരിക്കും. ഞാൻ 5000 ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ താഴെ ഞാൻ 5000 കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5000 × 5000 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1:1 ആണ് വരാം അല്ലേ റേഷ്യോ. ഒരു സ്ക്വയർ ടൈപ്പ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്കെച്ച് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ഓൾറെഡി എന്തെങ്കിലും സ്കെച്ച് ചെയ്തിട്ടുണ്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി സ്കെച്ചസ് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളൂ ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഡിസ്കാർഡ് കറണ്ട് സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, ഡിസ്കാർഡ് കൊടുത്തു. അപ്പോൾ ഈ ക്യാൻവാസ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ലാൻഡ്സ്കേപ്പ് വ്യൂവിലാണ് നമ്മൾ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ആക്ച്വലി ഇത് പോർട്രേറ്റ് വ്യൂവിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഒക്കെ എടുക്കുന്നത്. ഞാൻ ലാൻഡ്സ്കേപ്പ് വ്യൂവിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലെയർ പാനൽ എടുക്കുക. ഇതാണ് ലെയർ പാനൽ. ഈ ഒരു കാണിക്കുന്ന ഈ ഒരു ഭാഗമാണ് ലെയർ പാനൽ. എൻ്റെ ആ ഒരു ഗെസ്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ പോയിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ലെയർ കാണാം ഈ ഒരു പോർഷനിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ഈ ഒരു ഓപ്ഷൻ കണ്ടോ, L എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൻ്റെ ഈ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡർ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നീക്കുമ്പോൾ ആ ക്യാൻവാസ് ബ്ലാക്ക് ആയിട്ട് മാറിയത് കാണാം. അപ്പോൾ ഈ ഇൻറ്റു ബട്ടൺ അമർത്തി ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ക്യാൻവാസ് ബ്ലാക്ക് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ക്യാൻവാസ് എടുത്താലൊന്നും നമ്മൾ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ കാണില്ല, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും കാണാൻ ആ ഒരു ഇമേജിൽ ഭംഗിയും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മുടെ ക്യാൻവാസ് അതിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലാക്ക് ആക്കി മാറ്റിയത്. ഇനി നമുക്കിതിലേക്ക് ഇമേജ് കൊണ്ടുവരാം, വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന
സോറി, ഞാൻ എപ്പോഴും ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഇടുന്നതുകൊണ്ട് തന്നെ വരയ്ക്കാനാണ് ഫയൽ വരുന്നത്. എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമേജ് നമുക്കിതിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ഇവിടെ ഒരു കോമ്പസിൻ്റെ ഒരു റൂളറിൻ്റെ ഒരു ഐക്കൺ കാണാം. കോമ്പസിൻ്റെയും ഒരു റൂളറിൻ്റെ ഐക്കൺ കാണാം. അതിൽ ഇമ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ ഗാലറിയിലേക്കാണ് പോവുക, നമുക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഞാനിവിടെ ഉണ്ണിമൂന്നൻ ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു ഇമേജ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇമേജ് നമുക്കിനി കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു പോർഷനിൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു ആകൃതിയിലാണ് ഇമേജ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിറ്റായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ഇമേജ് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇത് ഈ ഒരു ടിക്ക് മാർക്ക് കണ്ടില്ല, അത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത് കളയണം ഈ ഒരു വർക്കിൻ്റെ. അതിനുവേണ്ടി ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാം. ബ്രഷ് ലൈബ്രറി എന്നൊക്കെ നമുക്ക് വിളിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പെൻസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ലെഗസി എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ ഇവിടെ ലെഗസി എന്ന് കണ്ടോ, അതിൽ ഇറേസർ ആണ്, ഹാർഡ് ഇറേസറും സോഫ്റ്റ് ഇറേസറും. അതിൽ ഹാർഡ് ഇറേസർ സെലക്ട് ചെയ്യുക. ഇറേസർ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാനും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ലെയറാണോ സെലക്റ്റഡ് ആയെന്ന് നോക്കാം. ലെയർ പാനൽ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇമേജിൻ്റെ ലെയറാണ് സെലക്റ്റഡ് ആയെന്ന് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ ആ ഇമേജിൻ്റെ ഈ ഒരു ഐക്കൺ കണ്ടില്ലേ സെൻറ്ററിൽ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഇവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇറേസറിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇങ്ങനെ ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇറേസ് ചെയ്യാണ്. ജസ്റ്റ് ആ ഇറേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഇവിടെ ഇറേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് കൊടുത്തത് അതാണ് കാണുക ഇറേസ് ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ട് ഇറേസ് ചെയ്തിടുക. ഇനി ഇറേസ് ചെയ്തിലും കുഴപ്പമൊന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ കുറച്ചുകൂടി ബെറ്ററായിട്ട് വൃത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇറേസ് ചെയ്യുന്ന പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാനുണ്ടോ, കാരണം ഒരുപാട് സമയം എടുക്കും ട്യൂട്ടോറിയലിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇറേസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ലെയർ പാനൽ എടുക്കുകയാണ്. അപ്പോൾ ഈ ലെയർ പാനൽ ഇവിടെ കാണാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പുതിയൊരു ലെയർ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കണ്ടില്ലേ, ഈ ഒരു പ്ലസ് ഐക്കൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ആ ലെയർ പാനലിൻ്റെ അതായത് ഇമേജ് ലെയറിൻ്റെ മുകളിലായിട്ട് ഒരു പുതിയൊരു ലെയർ വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൂൾസ് എടുക്കുക. ഈ ഒരു സെൻട്രൽ ഐക്കൺ ഇല്ല, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടും. അതെടുക്കുക. ഇവിടെ ബ്ലാക്ക് ആണ് സെലക്ട് ആക്കി എടുക്കുന്നത് കളറ്. ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ കളർ പാനൽ പോയിട്ട് ബ്ലാക്ക് ആക്കണം. ചിലപ്പോൾ വേറെ വല്ല കളറാണെങ്കിൽ ബ്ലാക്ക് ആക്കി സ്ലൈഡർ പിടിച്ച് നീക്കി ബ്ലാക്ക് ആക്കാം. അപ്പോൾ ഇവിടെ ഇത് കറൻറ്റ് കളർ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ യെല്ലോ അല്ലെങ്കിൽ ഗ്രീന് നമുക്ക് ഏത് കളറാണ് എടുക്കുന്നത് അതിവിടെ കാണിക്കും. അപ്പോൾ ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ലെയറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക, ഒരു കളർ ഫില്ല് ചെയ്യാനൊരു ടൂൾ ഉണ്ടാവില്ലേ, അതാണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷൻ തന്നെ എടുക്കാം, ഈ ടൂൾസിൻ്റെ ഈ ഒരു ബോക്സ് തന്നെ എടുക്കാം. ആ ഒരു റൂളറിൻ്റെയും കോമ്പസിൻ്റെ ആ ഒരു ഐക്കൺ കാണുന്നില്ലേ, അതിലിത് ഇവിടെ ഫില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒരു ബക്കറ്റിൻ്റെ ഐക്കൺ കണ്ടില്ലേ, ഫില്ല് എടുക്കുക. അതിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് ഫില്ലുണ്ട്, ഗ്രേഡിയൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് സെലക്ടറായിട്ട് എടുക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ടോ, ഫുള്ള് ബ്ലാക്കായി. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ ഇമേജ് ലെയറിൻ്റെ മേലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലെയർ ഫുൾ ബ്ലാക്കായി. ഇത് വേണമെങ്കിൽ ഈ ഒരു കണ്ണിൻ്റെ ഐക്കൺ കണ്ടില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്താൽ നമ്മളുടെ തൊട്ടടിയിലുള്ള ലെയർ ഇമേജ് ലെയർ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള ട്യൂട്ടോറിയൽ കാണുന്നെങ്കിൽ ഒരു തവണയും കൂടി ഈ ട്യൂട്ടോറിയൽ ഇരുന്ന് കാണാം. കാരണം ഒരു ടെക്നിക്കലായിട്ടുള്ള വേർഡ്സൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇനി ഈ ലെയർ കണ്ടില്ലേ, ഈ ലെയർ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസ് വരും. അതിലിവിടെ ബ്ലെൻഡിങ് എന്ന് പറഞ്ഞ മോഡ്സ് ഉണ്ട്. ആ ബ്ലെൻഡിങ് മോഡ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം, ബ്ലെൻഡിങ് മോഡ്സ്. അതിൽ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ബാക്കിലോട്ട് വരാം. ഇനിയാണ് നമ്മൾ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലൈ സെലക്ട് ചെയ്തല്ലോ. ഇനി ചെയ്യാൻ പോകുന്നത് ടൂൾ ബോക്സ് എടുക്കുക. ഈ ഒരു പെന്നിൻ്റെ ഐക്കൺ കണ്ടില്ലേ, ഒരു പെൻസിലാണ് എടുക്കുന്നത്. അതുമ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറൊരു പെന്ന് സെലക്ട് ചെയ്യുക. ബോൾ പെന്നോ അല്ലെങ്കിൽ ഫെൽറ്റ് പെന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു പെന്ന് സെലക്ട് ചെയ്യുക.
തൊട്ടടിയിലേക്ക് പോയത് ഈ ഒരു ഫെൽറ്റ് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഈ ബ്ലാക്ക് കളർ വൈറ്റ് ആക്കാൻ പോവാണ്. കണ്ടോ, വൈറ്റിലേക്ക് കൊണ്ടുവന്നു. ഇത്ര സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യാം. ഈ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നോക്കാം നമ്മുടെ ആ ഒരു ലെയറിൻ്റെ സെലക്ഷൻ ഈ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത ലെയറിലാണോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ആക്കാം. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇമേജ് ലെയറിലായിരിക്കും സെലക്ഷൻ കറക്റ്റ് ഒരു നീല കളറിൽ കാണും. കണ്ടോ, ചുറ്റും ഒരു നീല കളർ. ആ ബ്ലാക്കിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൈസൊക്കെ നോക്കാം, എത്ര സൈസ് വേണമെന്ന്. ഞാനൊരു 1.8 സൈസ് ഇടുന്നുണ്ട്. അതായത് ലെഫ്റ്റും റൈറ്റിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്നിൻ്റെ സൈസ് കണ്ടോ, വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും വരയ്ക്കുന്നതിൻ്റെ ആ സൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സൈസ് എടുക്കുന്നത് ഞാനൊരു 1.8 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ എടുത്തു, ഫെൽറ്റ് പെന്നെടുത്തു, സൈസ് എടുത്തു 1.8. കണ്ടോ, അവിടെ കാണിക്കുന്നുണ്ട് 1.8 എടുത്തു. ഇനി ഈ ഒരു ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊക്കോളും. നമുക്ക് വരച്ചു തുടങ്ങാം. ഞാൻ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കുത്തി വരട്ട പോലെ തന്നെ ഞാൻ വരയ്ക്കുന്നത് കണ്ടോ. പക്ഷേ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ തൊട്ടടിയിലുള്ള ഇമേജ് ലെയറിലെ ഇമേജ് അതിനോടൊപ്പം തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെ വരയ്ക്കുന്നു അത്ര ഇമേജ് തെളിഞ്ഞ് വരും. അപ്പം ഇതുപോലെ എല്ലാ ചിത്രങ്ങളും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതൊരിക്കലും ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതിനകത്ത് പെർഫെക്ഷനോ അല്ലെങ്കിൽ ഭംഗിയോ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കോ ഒന്നും നമുക്ക് കിട്ടില്ല. ജസ്റ്റ് എഡിറ്റ് ചെയ്ത പോലെ. അതായത് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ചെറിയൊരു ഫ്രെയിമൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറേ സമയം എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ക്രിയേറ്റീവായിട്ട് ലൈൻസൊക്കെ ഇടാം. അപ്പോൾ എത്ര തവണ നമ്മളിങ്ങനെ കുത്തിവര ഇടുന്നോ അതിനനുസരിച്ച് ആ ഇമേജിൻ്റെ ക്വാളിറ്റി നമുക്ക് ശരിക്കും തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. ജസ്റ്റ് നമ്മൾ ലെയറിൽ കാണിക്കുന്ന ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ അല്ലെ ലെയറിൻ്റെ ബ്ലെൻഡിങ് ടെക്നിക്കാണ് ഈ കാണുന്നത്. ഈ ലെയർ ഇങ്ങനെ വരുന്നത് നമുക്ക് ഫോട്ടോഷോപ്പിലോ മറ്റ് ആപ്ലിക്കേഷനിലൊക്കെ ചെയ്യാം. ഈ ബ്ലെൻഡിങ് മോഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഇതിൽ വേണമെങ്കിലും ചെയ്യാം. ഫോട്ടോഷോപ്പിലൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് വരയ്ക്കാം. നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും നിങ്ങൾ സ്ക്രിബിൾ ആർട്ട് എന്ന് പറഞ്ഞ പേരിൽ പോസ്റ്റ് ഇടാനോ മറ്റുള്ളവരെ പറ്റിക്കാനോ വിൽക്കാനോ കമ്മീഷൻഡ് വർക്ക് എടുക്കാനോ നിൽക്കരുത്. നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റാറ്റസ് ഇടാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് വരച്ച് ഇതുപോലെ എഫക്റ്റൊക്കെ ആയിട്ട് കൊടുക്കാനും മാത്രം ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഇത് ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ അത്ര പെർഫെക്ഷനോ ഫീലോ വാല്യൂ കിട്ടുന്നൊരു സംഭവമല്ല. പിന്നെ ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്ക്രിബിൾ ആർട്ടിൻ്റെ അല്ലെങ്കിൽ കുത്തിവരകളിട്ട് വരയ്ക്കുന്ന ടൈപ്സ് ഓഫ് വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. വരയ്ക്കാൻ താല്പര്യമുള്ളവർ, ചിത്രകലയോട് താല്പര്യമുള്ളവരാണെങ്കിൽ അതുപോലത്തെ ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അതുപോലത്തെ ചാനൽ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ തീരെ ടൈമില്ല, ഇതുപോലെ ജസ്റ്റ് എന്തെങ്കിലും ടിപ്സൊക്കെ ഒരു തരികിട പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കാൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം. കണ്ടോ, ഈ ലെവലിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചുകൂടി നമ്മുടെ ഈ ഒരു ഇമേജിന് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫീൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു ഇമേജ് ആ ഇമേജ് ലെയർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൽ കളർ ബാലൻസ് ചെയ്യാനും കോൺട്രാസ്റ്റ് കൂട്ടാനും. കണ്ടോ, അങ്ങനെ കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടിയെടുക്കാം, നല്ല ഫീല് ചെയ്തെടുക്കാം. ലൈറ്റ്നെസ് ഒക്കെ കൂട്ടി നല്ല ഫീല്. അതുപോലെ തന്നെ കളർ ബാലൻസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ലെയർ പാനലിൽ. ലെയർ പാനൽ ക്ലിക്ക് ചെയ്ത് കളർ ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കളേഴ്സ് നമുക്കിങ്ങനെ ബാലൻസ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ആ ഇമേജിൻ്റെ ഫീല് കുറച്ചുകൂടി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. കണ്ടോ, അപ്പോൾ ആ ഒരു ഇമേജ് ഞാൻ കംപ്ലീറ്റ്ലി വരയ്ക്കാം. ഇവിടെ ലെയർ പാനൽസ് നോക്കാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്.
ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി ഒരു ലെയർക്ക് എടുക്കുന്നതാണ്. അത് വേണ്ടത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇമേജിൻ്റെ ലെയർ, ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് കുത്തി വരട്ടിട്ടുള്ള നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷനിൽ ബ്ലാക്ക് ഫില്ല് ചെയ്തതിന് ശേഷം മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ടുള്ള ആ ഒരു ലെയർ. ഇത്ര ലെയേഴ്സ് കൊണ്ടാണ് ഈ ഒരു ചിത്രം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു എഡിറ്റിംഗ് ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും എനിക്ക് പ്രത്യേകിച്ച് വരയ്ക്കുന്നവരോട് പറയാനുള്ളത്, AI വന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ ടൂൺ ആപ്സ് വന്നാലും ഇതുപോലുള്ള എഡിറ്റിംഗ് ടെക്നിക്സും ഒക്കെ വന്നാലും ഒരിക്കലും ആർട്ടിസ്റ്റുകളുടെ കഴിവ് പോവുകയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട വർക്ക് നഷ്ടപ്പെടുകയോ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറഞ്ഞത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയാണ്. നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവ് ആകുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം പാഷനോട് അഡിക്റ്റ് ആകുന്നോ, ചേർന്ന് നിൽക്കുന്നോ, അത്രത്തോളം നിങ്ങൾക്ക് സ്കില്ല് മാത്രമല്ല നല്ലൊരു ഫെയിമും നിങ്ങളുടെ പാഷൻ പ്രൊഫഷൻ ആക്കാനും പറ്റും. ഓക്കെ, ഇതെങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാൽ ഈ 3 ഡോട്ട്സ് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സേവ് ടു ഡിവൈസ് കൊടുക്കുക. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആയിക്കോളും. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.